ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DISAT, നിലമ്പൂർ. ശാരീരിക പരിമിതികളെ മറികടന്ന് ആം റെസ്ലിംഗ് ദേശീയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ വാരിക്കൂട്ടി കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കരുളായി മുല്ലപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് അൽത്താഫ്. ആഗസ്റ്റ് 15 നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ അഭിമാന താരമാവാനുള്ള കഠിന പരിശ്രമത്തിലാണ് മുഹമ്മദ് അൽത്താഫ്. എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ചെലവിന് സ്പോൺസർമാരുടെ സഹായം കാത്തിരിക്കുകയാണ് ഭിന്നശേഷിക്കാരൻ കൂടിയായ ഈ ദേശീയ താരം. ഇതാണ് കരുളായി സ്വദേശിയായ വാകപ്പറ്റ അൽത്താഫ് എന്ന ബിരുദ വിദ്യാർത്ഥി. ജന്മനാൽ ശാരീരികമായ പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളെ തന്റെ ഇച്ഛാശക്തിയാൽ നേരിട്ട അൽത്താഫ് ഇന്ന് കേരളത്തിന്റെ അഭിമാന താരമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാന താരമാവാനുള്ള ഒരുക്കത്തിലാണ് ഈ മലയോര നാടിന്റെ സന്തതി. കോതമംഗലം മാർ അത്തനേഷ്യസ് MA കോളേജിലെ സുവോളജി ബിരുദ വിദ്യാർത്ഥിയായ മുഹമ്മദ് അൽത്താഫിന്റെ വിജയങ്ങൾ ഓരോന്നും ശാരീരിക വിഷമതകൾക്കുമേൽ ആത്മവിശ്വാസത്തിന്റെ കൈക്കരുത്ത് തെളിയിച്ചവയാണ്. Skin the color of bark, clothes smelling like trees, sticking my from up. So much more it's right, picking up on. Dark, but I left my mark. My friend got cleaned in no deep life is that dark. Clothes smelling like trees, sticking my from up. So much more it's right. പാല സെന്റ് തോമസ് കോളേജിൽ നടന്ന സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയതോടെയാണ് മുല്ലപ്പള്ളി സ്വദേശിയായ അൽത്താഫ് നാഗ്പൂരിൽ നടന്ന ദേശീയ പാര ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലെത്തിയത്. അൽത്താഫിന്റെ പ്രതീക്ഷകൾ തെറ്റിയില്ല. അവിടെയും അൽത്താഫിന്റെ നേട്ടത്തിന് സ്വർണ്ണ തിളക്കമായിരുന്നു. അതിന്റെ മുമ്പ് തന്നെ താല്പര്യം ഉണ്ടായിരുന്നു, കോമ്പറ്റീഷനിൽ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട്, ഇതിലായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട് ഒക്കെ അറിയുന്നത്. പിന്നെ പരിശീലനം ചോദിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി, അവിടുന്ന് ഇവിടുന്നൊക്കെ പരിശീലനം ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നും ചിലപ്പോൾ സമയം കിട്ടുന്ന ജിമ്മിൽ പോകും. അങ്ങനെ ഇപ്പോൾ 4 സ്റ്റേറ്റും 4 ജില്ല പിന്നെ 3 നാഷണൽസും. അങ്ങനെ കഴിഞ്ഞ വർഷം നാഷണൽസിന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ പൈസൻ്റെ പ്രശ്നം കാരണം തുർക്കിയിലായിരുന്നു അന്ന്. Now I am become death, the destroyer of worlds. ചെറുപ്പം മുതലേ ആം റെസ്ലിംഗിൽ താൽപര്യമുള്ളയാളായിരുന്നുവെങ്കിലും ബിരുദപഠനം തുടങ്ങിയപ്പോഴാണ് മത്സരരംഗത്തേക്ക് വന്നത്. ഇതിനോടകം ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ നിരവധി മെഡലുകൾ സ്വന്തമാക്കാൻ അൽത്താഫിനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ 3 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ അൽത്താഫ് മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അർഹത ലഭിച്ചെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഈ വർഷം നാഗ്പൂരിൽ വെച്ച് നടന്ന ദേശീയ മത്സരത്തിൽ സ്വർണം കരസ്ഥമാക്കിയതോടെയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. ജിമ്മിലും സ്വന്തം രീതിയിലും കഠിന പരിശ്രമം നടത്തുന്ന അൽത്താഫിന് ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ, UK-യിൽ ആഗസ്റ്റ് 15 നടക്കുന്ന വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക എന്നത്.
മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ 3 ലക്ഷത്തോളം രൂപ ചിലവുണ്ട്. അതിനായി സുമനസ്സുകളായ സ്പോൺസർമാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭിന്നശേഷിക്കാരനായ ദേശീയ താരം കൂടിയായ ഈ വിദ്യാർത്ഥി. ഇപ്പോൾ എനിക്ക് നാഷണൽ ആം റെസ്ലിംഗിൽ ഇപ്പം കഴിഞ്ഞതിൽ മഹാരാഷ്ട്ര വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി പോകുന്നത് ഇനി വേൾഡിലാണ്. അപ്പോൾ യൂറോപ്പ് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് അത്യാവശ്യമുണ്ട്. 2 ലക്ഷത്തിൻ്റെ അടുത്താവും. അപ്പോൾ അത് ഫണ്ടില്ലാത്ത ബുദ്ധിമുട്ട് കാരണം എന്താ ഇനി പോകാൻ പറ്റുമോ ഇല്ല ഒന്നും അറിയില്ല. അപ്പോൾ സ്പോൺസർമാരെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.